ഫെബ്രുവരി മാസത്തിൻ്റെ ആദ്യത്തെ ആഴ്ചയിൽ തിങ്കളാഴ്ച രാവിലെ നമുക്ക് ഒരുമിച്ച് കൂടാൻ ദൈവം കൃപ തന്നല്ലോ. വിശ്വസ്തനായ ദൈവത്തിൽ നമുക്ക് ഓരോ ദിവസത്തെയും ഭരമേൽപ്പിക്കാം. പിതാവേ, എൻ്റെ ആത്മാവിനെ തൃക്കരങ്ങൾ ഭരമേൽപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് യേശു സ്വന്തം തോളിൽ തല ചായ്ച്ച് പ്രാണനെ വിട്ടത്. മറ്റൊരു തോളിൽ തല ചായ്ക്കാൻ യേശുവിനില്ലായിരുന്നു. അടുത്തത് ഒരു സ്വന്തം ബന്ധം എന്ന് പറയുന്ന ആരിലും തല ചായ്ക്കാൻ യേശുവിനില്ലായിരുന്നു. തൻ്റെ കൂടെ മരിക്കുമെന്ന് പറഞ്ഞ വ്യക്തികളുടെ തോളിൽ തല ചായ്ക്കാൻ യേശുവിനില്ലായിരുന്നു. യേശു ഏകനായി കുരിശു ചുമന്നുകൊണ്ട് ക്രൂശിൽ മരിച്ച് ഒടുവിൽ സ്വന്തം തോളിൽ തല ചായ്ച്ച് ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു. കർത്താവ് നമുക്ക് വേണ്ടി ഈ ഭൂമിയിലേക്ക് കടന്നു വന്നു. ഈ ഫെബ്രുവരി മാസം അവൻ നമുക്ക് വേണ്ടി ജീവനെ തന്നത്, അവൻ നമുക്ക് വേണ്ടി സമൃദ്ധി കൊണ്ടുവന്നത്, യേശു നമുക്ക് വേണ്ടി അഭിവൃദ്ധി കൊണ്ടുവന്നത്. യാക്കോബിൻ്റെ ലേഖനം 1 പറയുന്ന എല്ലാ നല്ല ദാനങ്ങളും തികഞ്ഞ വരമൊക്കെയും ഉയരത്തിൽ നിന്ന് വെളിച്ചങ്ങളുടെ പിതാവിൽ നിന്ന് ഇറങ്ങി വരുന്നു. ഈ അനുഗ്രഹങ്ങളെല്ലാം, എല്ലാ നല്ല ദാനങ്ങളും ഉയരത്തിൽ നിന്ന് ഇറങ്ങി വന്നത് യേശു മുഖാന്തിരമാണ്. യേശു വന്നപ്പോൾ സമ്പത്ത് വന്നു, സമൃദ്ധി വന്നു, സൗഖ്യം വന്നു, ഉയർച്ച വന്നു, നന്മ വന്നു, നിത്യജീവൻ വന്നു, കൃപ വന്നു, പരിശുദ്ധാത്മാവ് വന്നു എന്ന് വേണ്ട, ദൈവത്തിൻ്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലേക്ക് വന്നു. ഇന്ന് കർത്താവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തി അടിയുറച്ച് വിശ്വസിക്കേണ്ട ഒരു കാര്യം, സ്വർഗം എത്രത്തോളം സന്തോഷമാണോ അത്രത്തോളം സന്തോഷവും ആനന്ദവുമാണ് യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് ഈ ഭൂമിയിലും. ഒരു വ്യക്തിയുടെ നിത്യജീവൻ ആരംഭിക്കുന്നത് സ്വർഗത്തിൽ ചെല്ലുമ്പോഴല്ല, അത് യേശുവിനെ ആര് സ്വീകരിക്കുമോ ആ നിമിഷം മുതലാണ് ഒരു വ്യക്തിയുടെ നിത്യത ആരംഭിക്കുന്നത്. ആ വ്യക്തിക്ക് പിന്നീട് മരണമില്ല, നിത്യജീവൻ അവൻ പ്രാപിച്ചു. യോഹന്നാൻ 3:16 പോലെ തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ഈ ലോകത്തെ സ്നേഹിച്ചു. നിത്യജീവൻ ആരംഭിക്കുകയാണ്. റോമർ 8:32 വായിക്കും പോലെ സ്വന്തം പുത്രനെ ഇതുപോലെ നമുക്ക് വേണ്ടി നൽകി തന്നവൻ അവനോടുകൂടെ സകലതും നൽകാതിരിക്കുമോ? ഈ ഫെബ്രുവരി മാസം നിങ്ങൾ ഏതെല്ലാം വിഷയത്തിലാണോ ഒന്നിലും ഭാരപ്പെടാതെ എല്ലാ വിഷയങ്ങളും പ്രാർത്ഥിക്കണം. ഫിലിപ്പിയ ലേഖനം 4:6 പോലെ നിങ്ങൾ പ്രാർത്ഥിക്കണം. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടാതെ എല്ലാറ്റിലും അപേക്ഷയാലും യാചനയാലും നിങ്ങളുടെ ആവശ്യങ്ങളെല്ലാം സ്തോത്രത്തോടെ അറിയിക്കണം. അങ്ങനെ ചെയ്യുമ്പോൾ ഫിലിപ്പിയർ 4:19 പോലെ എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുവേശുവിൽ പൂർണ്ണമായും തീർത്തു തരും. ദൈവം തൻ്റെ സമ്പത്തിനൊത്തവണ്ണം കാര്യങ്ങൾ ചെയ്യും. അതുകൊണ്ട് ഒരു വിഷയം പോലും പ്രാർത്ഥിക്കാതെ വിട്ടുകളയരുത്. നാം പ്രാർത്ഥിക്കാതെ നാം ചെയ്താൽ അത് നമ്മൾ ഉദ്ദേശിച്ച നിലവാരത്തിൽ വരില്ല. പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ ദൈവം തൻ്റെ ധനത്തിനൊത്തവണ്ണം ആ കാര്യം ചെയ്യും. നാം ഒരു ചെറിയ കാര്യമാണ് പ്രാർത്ഥിക്കുന്നത്, ദൈവം അത് ചെയ്യുമ്പോൾ തൻ്റെ നിലവാരത്തിൽ അത് ചെയ്തു തരും. ഒരു കാര്യവും പ്രാർത്ഥനയെ കൂടി അല്ലാതെ വിടരുത്. ഒരു ജോലി ചെയ്യുമ്പോഴും അത് പ്രാർത്ഥനയിലൂടെ കയറ്റി ഇറക്കണം. എല്ലാ കാര്യങ്ങളും ഇന്നു മുതൽ പ്രാർത്ഥനയിലൂടെ കയറ്റി ഇറക്കണം. ഒരു കാര്യം പോലും പ്രാർത്ഥിക്കാതെ വിട്ടുകളയരുത്. എല്ലാ കാര്യങ്ങളും പ്രാർത്ഥിക്കാൻ, ചെറിയ കാര്യങ്ങൾ പോലും പ്രാർത്ഥിപ്പാൻ ഇന്നു മുതൽ കർത്താവ്, ഈ ഫെബ്രുവരി മാസം മുതൽ കർത്താവ് നമുക്ക് കൃപ തരട്ടെ. അത് കർത്താവിന് ഭയങ്കര ഇഷ്ടമാണ്. എന്ത് ചോദിച്ചാലും കർത്താവ് തരും. നമുക്ക് ഒരുമിച്ച് ചേർന്ന് പാടി യേശുവിനെ ആരാധിക്കാം. മഹത്വമേ പ്രശംസയേ ആരാധന
അങ്ങേക്കെന്നുമേ വിശ്വസ്തനേ ദയാലുവേ എൻ ദൈവമേ എൻ പിതാവേ മഹത്വമേ പ്രശംസേ ആരാധന അങ്ങേക്കെന്നുമേ വിശ്വസ്തനേ ദയാലുവേ എൻ ദൈവമേ എൻ പിതാവേ ആദിമുതലുന്നതം മഹത്വമാം സിംഹാസനം തലമുറകൾക്ക് സങ്കേതം ഇസ്രായേലിൻ പരിശുദ്ധനേ ആദിമുതലുന്നതം മഹത്വമാം സിംഹാസനം തലമുറകൾക്ക് സങ്കേതം ഇസ്രായേലിൻ പരിശുദ്ധനേ മഹത്വമേ പ്രശംസേ ആരാധന അങ്ങേക്കെന്നുമേ വിശ്വസ്തനേ ദയാലുവേ എൻ ദൈവമേ എൻ പിതാവേ മഹത്വമേ പ്രശംസേ ആരാധന അങ്ങേക്കെന്നുമേ വിശ്വസ്തനേ ദയാലുവേ എൻ ദൈവമേ എൻ പിതാവേ ആദിമുതലുന്നതം മഹത്വമാം സിംഹാസനം തലമുറകൾക്ക് സങ്കേതം ഇസ്രായേലിൻ പരിശുദ്ധനേ ആദിമുതലുന്നതം മഹത്വമാം സിംഹാസനം തലമുറകൾക്ക് സങ്കേതം ഇസ്രായേലിൻ പരിശുദ്ധനേ മഹത്വമേ പ്രശംസേ ആരാധന അങ്ങേക്കെന്നുമേ വിശ്വസ്തനേ ദയാലുവേ എൻ ദൈവമേ എൻ പിതാവേ മഹത്വമേ പ്രശംസേ ആരാധന അങ്ങേക്കെന്നുമേ വിശ്വസ്തനേ ദയാലുവേ എൻ ദൈവമേ എൻ പിതാവേ. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം പ്രാർത്ഥനയുടെ അധ്യായം. യേശു കർത്താവിൻ്റെ പ്രാർത്ഥന. ഈ അധ്യായത്തിലൂടെ നമ്മൾ ഓരോ വാക്യങ്ങൾ ഇങ്ങനെ ചിന്തിച്ചു പോവുകയായിരുന്നു. 18-ാം വാക്യം വരെ നമ്മളെത്തി. യേശു പ്രാർത്ഥിക്കുകയാണ്, പിതാവേ, നീ എന്നെ ലോകത്തിലേക്ക് അയച്ചതുപോലെ ഞാൻ അവരെയും ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നു. അതിൻ്റെ അർത്ഥം എന്താണ്? യേശു ശിഷ്യന്മാരോട് പറഞ്ഞു, ചെന്നായ്ക്കളുടെ നടുവിൽ ഞാൻ നിങ്ങളെ കുഞ്ഞാടുകളെ പോലെ അയക്കുന്നു. ചെന്നായ്ക്കളുടെ നടുവിൽ കുഞ്ഞാടിനെ പോലെ.
എന്നാൽ ഒറ്റക്കല്ല, ഞാൻ നിങ്ങളെ ഒരിക്കലും അനാഥരായി വിടുകയില്ല. യേശു പറഞ്ഞു, നിങ്ങൾ പോകുന്നിടത്തെല്ലാം രോഗികളെ സൗഖ്യമാക്കണം, ഭൂതങ്ങളെ പുറത്താക്കണം, മരിച്ചവരെ ഉയർപ്പിക്കണം. നിങ്ങളൊരു വീട്ടിൽ ചെന്നാൽ നിങ്ങളിലുള്ള സമാധാനം ആ വീടിന് കൊടുക്കണം. സൗജന്യമായി ഞാൻ നിങ്ങൾക്ക് തന്നതല്ല, നിങ്ങൾ സൗജന്യമായി കൊടുക്കണം. അങ്ങനെ യേശു വിട്ട യൂദ ഉൾപ്പെടെ, ഇസ്കരിയാത്ത യൂദ ഉൾപ്പെടെ പോയ ഗ്രൂപ്പുകളിലെല്ലാം അത്ഭുതങ്ങളും അടയാളങ്ങളും വലിയ വീര്യപ്രവർത്തികളും നടന്നിട്ട് അവർ തിരിച്ചു വരുമ്പോൾ പറയുന്നുണ്ട്, കർത്താവേ, ഭൂതങ്ങൾ പോലും ഞങ്ങൾക്ക് കീഴടങ്ങുന്നു. യേശു പറഞ്ഞു, നിങ്ങൾ സന്തോഷിക്കേണ്ടത് ഭൂതങ്ങൾ കീഴടങ്ങുന്നതിലല്ല, സ്വർഗസ്ഥനായ പിതാവ് നിങ്ങൾക്ക് തന്ന ആ സ്വർഗീയ സന്തോഷം, നിങ്ങൾക്ക് നിത്യത ലഭിച്ചതുകൊണ്ട്, നിങ്ങളുടെ പേര് സ്വർഗത്തിലുള്ളത് കൊണ്ട്, നിങ്ങളെ ദൈവം തിരഞ്ഞെടുത്തത് കൊണ്ട് നിങ്ങൾ സന്തോഷിക്കണം. ഭൂതങ്ങൾ കീഴടങ്ങുന്നത് രോഗസൗഖ്യമൊക്കെ ഭൂമിയോട് തീരും. എന്നാൽ അതിനപ്പുറം നിങ്ങളുടെ സന്തോഷത്തെ മുറുകെ പിടിക്കണം. നിങ്ങളുടെ ഏറ്റവും വലിയ സന്തോഷം നിത്യതയായിരിക്കണം. ശുശ്രൂഷയുടെ തിരക്കിൽ നാം നിത്യത എന്നുള്ള സത്യം വിട്ടുകളയരുത്. ഇത് ശിഷ്യന്മാരെ ഉറപ്പിച്ചു. യേശു പറയുകയാണ്, എൻ്റെ പിതാവ് എന്നെ അയച്ചതുപോലെ. അതിൻ്റെ അർത്ഥം എന്താ? യേശുവിനെ പിതാവ് ഒറ്റയ്ക്ക് വിട്ടില്ല. യേശു അത് എടുത്തു പറയുന്നുണ്ട്, എൻ്റെ പിതാവ് എന്നെ ഏകനായി വിട്ടിട്ടില്ല, എൻ്റെ പിതാവ് എപ്പോഴും എന്നോട് കൂടെയുണ്ട്. അപ്പോൾ യേശുവും നമ്മെയും അങ്ങനെ അയക്കുന്നു. മാത്രമല്ല, പിതാവ് പുത്രന് വേണ്ട വചനം കൊടുത്തു, താൻ ചെയ്യുന്നതെല്ലാം കാണിച്ചു കൊടുത്തു, ശക്തി കൊടുത്തു, പരിശുദ്ധാത്മാവിൻ്റെ വലിയ നിറവ് കൊടുത്തു, ഓരോ ചുവടുകൾ വെക്കാനുള്ള ദൈവശക്തി കൊടുത്തു. യേശുവിൻ്റെ ജീവിതം വലിയ വിജയമായി മാറി. സകലതും ക്രൂശിൽ നിവർത്തിയാക്കി 33.5 വയസ്സിൽ, അല്ലെങ്കിൽ 3.5 വർഷം കൊണ്ട് യേശു സകലതും ഒരു 6000-ഓളം വർഷം കാത്തിരുന്നത്, അല്ലെങ്കിൽ ഒരു 4000-5000 വർഷം എല്ലാ വാഗ്ദത്തങ്ങളും ഒത്തിരി പേര് കാത്തിരുന്നു. ആ കാത്തിരുന്നത് മുഴുവനും യേശു നിവർത്തിയാക്കി. വാഗ്ദത്തങ്ങൾ നിവർത്തിയാകാൻ യേശുവിനെ പോലെ പിതാവുമായിട്ട് വളരെ അടുത്ത് നമുക്ക് ചെലവഴിക്കേണ്ടത് ആവശ്യമാണ്. അതിനുവേണ്ടി നമ്മൾ കർത്താവുമായിട്ട് കൂടുതൽ സമയം ചെലവഴിക്കണം. യേശു പറഞ്ഞത്, പിതാവ് എന്നെ ലോകത്തിലേക്ക് അയച്ചതുപോലെ ഞാൻ ഇവരെയും ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നു. പിതാവേ, എന്നെ ഏകനായി അയച്ചില്ല, എന്നെ വെറുതെ അയച്ചില്ല. ഈ പാപം നിറഞ്ഞ ലോകത്തിൽ ഞാൻ ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ എൻ്റെ സംരക്ഷണത്തിന് ദൂതന്മാരുണ്ടായിരുന്നു, എന്നെ ശക്തീകരിക്കാൻ ദൂതന്മാരുണ്ടായിരുന്നു. ഇതെല്ലാം നമുക്ക് കാണാം. യേശുവിനെ 2 വയസ്സിന് താഴെ പ്രായമുള്ളപ്പോൾ കൊന്നുകളയാൻ ഹേരോദാവിലൂടെ പിശാച് നോക്കി. എന്നാൽ ദൂതൻ വന്ന് ജോസഫിനോട് പറഞ്ഞു, പൈതലിനെയും മറിയെയും കൂട്ടി ഈജിപ്തിലേക്ക് പോയിക്കൊള്ളാൻ പറഞ്ഞു. ഇങ്ങനെ പിതാവ് പുത്രനെ വളരെയധികം സംരക്ഷിച്ചു. അതുപോലെ തന്നെയാണ് നമ്മെയും ഈ ലോകത്തിലേക്ക് അയക്കുന്നത്. ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ പിതാവ് പുത്രൻ്റെ കൂടെ ഇരുന്നത് പോലെ തന്നെ പുത്രൻ നമ്മോടുകൂടെ ഉണ്ട്. ഈ ഒരു ധൈര്യം നമുക്കുണ്ടാകണം. ഒരു ഡിപ്രഷനിലോട്ടും പോകേണ്ട ആവശ്യമില്ല. എനിക്കാരുമില്ല, എനിക്ക് എന്തെങ്കിലും സംഭവിക്കില്ല. ഈ ലോകത്തിൽ നമുക്ക് എന്തൊക്കെയോ ഉത്തരവാദിത്തങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. അത് ഓരോ ദിവസവും കർത്താവ് നമുക്ക് വേണ്ടത് മനസ്സിലാക്കി തരും. എല്ലാം കൂടി ഒരു ദിവസം പറയില്ല. അന്നന്ന് വേണ്ട ആഹാരം, ഓരോ ദിവസവും വേണ്ട വചനം, ഓരോ ദിവസവും വേണ്ട ബലം, ഓരോ ദിവസവും വേണ്ട വെളിപ്പാട്, ഓരോ ദിവസവും വേണ്ട ഐഡിയ, അത്രയും കാര്യം ഓർത്താൽ മതി. ഒരു ക്ലോക്കിൻ്റെ സൂചി പോലെ ആദ്യത്തെ ഒരു ടിക്ക് മാത്രം ഓർത്താൽ മതി. അത് കഴിയുമ്പോൾ അടുത്തത്, അത് കഴിയുമ്പോൾ അടുത്തത്. അങ്ങനെ എത്രയോ വർഷമായിട്ട് അവരിങ്ങനെ ടിക്ക് 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 എന്ന് പോകുന്നു. എല്ലാം കൂടി ഒന്നിച്ചോർത്ത് തല പുകയുന്ന ആവശ്യമുണ്ടോ? ഇല്ല. ഓരോ ടിക്ക് ടിക്ക് ടിക്ക്
എന്നിങ്ങനെ നമ്മുടെ ജീവിതത്തിലെ ഓരോ ദിവസത്തെയും നമ്മൾ ഓർത്താൽ മതി. എല്ലാ ദിവസവും ഓർത്ത് നമ്മൾ ഭാരപ്പെടേണ്ട. ദിവസങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഒരിക്കലൊരു ഈ ജ്യോത്സ്യൻ്റെ അടുത്ത് ഒരാൾ ചെന്നെന്നാണ് പറയുന്നത്. അദ്ദേഹം ചെന്നിട്ട് ചോദിച്ചു, എനിക്ക് എൻ്റെ മോളുടെ കല്യാണം വരികയാണ്, ഏത് ദിവസമാണ് കല്യാണം നടത്തേണ്ടത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞെന്നാ പറയുന്നത്, തിങ്കളാഴ്ച നല്ല ദിവസമല്ല, ചൊവ്വാഴ്ച ചൊവ്വാദോഷമാണ്, ബുധനാഴ്ചയാണെങ്കിൽ ഏതോ ഒരു നക്ഷത്രം അതിൻ്റെ മൂലം ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കുകയാണ്, വ്യാഴാഴ്ചയാണെങ്കിലും പ്രശ്നമാണ്, വെള്ളി പിന്നെ പറയണ്ടല്ലോ, അത് മോശമായ ദിവസം തന്നെ, ശനി പിന്നെ ശനിയാണ്, ഞായറാഴ്ചയോ അതൊട്ടും പറ്റിയ ദിവസമല്ല. ഈ ദിവസങ്ങൾ ഒഴിച്ച് ഏത് ദിവസം വേണമെങ്കിലും കല്യാണം നടത്താമെന്ന്. അപ്പോൾ 7 ദിവസം അല്ലാതെ വേറെ ഏത് ദിവസം കല്യാണം നടത്തും? ഇത് ഒരു ജോക്കായിരിക്കാം, എങ്കിലും ഓരോ ദിവസവും ഓരോ ദോഷങ്ങളും പറഞ്ഞ് ഭയന്നിരിക്കുന്ന ഈ കാലത്ത് എല്ലാ ദിവസവും കർത്താവ് കൂടെയുണ്ട്. ഞാൻ ലോകാവസാനത്തോളം എല്ലാ നാളും തിങ്കൾ തൊട്ട് ഞായർ വരെ എല്ലാ ദിവസവും കർത്താവ് കൂടെയുണ്ട്. എല്ലാ ദിവസവും കർത്താവിൻ്റെ സാന്നിധ്യമുണ്ട്. ദൈവം ഉണ്ടാക്കിയ ദിവസമാണ് ഓരോ ദിവസവും. ഒരു ദിവസം പോലും പിശാച് ഉണ്ടാക്കിയതല്ല. ഒരു ദിവസം പോലും പിശാചിൻ്റെ മണിക്കൂറുകളില്ല, സെക്കൻഡില്ല. രാത്രിയും പകലും എല്ലാം ഉണ്ടാക്കിയത് നമ്മുടെ കർത്താവാണ്. അതുകൊണ്ട് കർത്താവിൻ്റെ മക്കൾക്ക് ഈ ഭൂമിയിൽ ജ്യോതിസുകളെ പോലെ ശോഭിക്കാൻ കഴിയും. പിതാവേ, നീ എന്നെ ഈ ലോകത്തിലേക്ക് അയച്ചതുപോലെ തന്നെ ഞാനും ഇവരെ ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നു. അതിൻ്റെ അർത്ഥം, പിതാവേ, ഈ ലോകത്തിൽ ഞാൻ ജയാളിയായിരുന്നു, ഈ ലോകത്തിൽ ഞാൻ അനുഗ്രഹിക്കപ്പെട്ടവനായിരുന്നു, ഈ ലോകത്തിൽ ഞാൻ ബലപ്പെട്ടവനായിരുന്നു, ഈ ലോകത്തിൽ ഞാൻ വിടുതൽ കൊടുക്കുന്നവനായിരുന്നു, ഈ ലോകത്തിന് ഞാൻ വെളിച്ചം പകർന്നു, ഈ ലോകത്തിന് ഞാൻ സമാധാനം പകർന്നു, ഈ ലോകത്തിന് ഞാൻ സന്തോഷം പകർന്നു. ഈ ലോകത്തിൻ്റെതൊന്നും എന്നിൽ വന്നില്ല, എന്നാൽ എൻ്റേതെല്ലാം ഈ ലോകത്തിലേക്ക് ഞാൻ പകർന്നു കൊടുത്തു. അതുപോലെ നീ എന്നെ അയച്ചതുപോലെ തന്നെ ഇവരെയും ഞാൻ ലോകത്തിലേക്ക് അയക്കും. ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾക്കറിയാം, 4-ാമത്തെ സൃഷ്ടിപ്പിൻ്റെ ദിവസം രാത്രി വാഴാൻ ചന്ദ്രനെ, പകൽ വാഴാൻ സൂര്യനെ ദൈവമാക്കി. എത്രയോ വർഷങ്ങളായി അവർ വാഴുകയാണ്. രാത്രി ഒരിക്കലും അവരെ മൂടിക്കളയുന്നില്ല, ഇരുട്ട് അവരെ തോൽപ്പിക്കുന്നില്ല, അവർ വാഴുകയാണ്. അവരെ വാഴാനാണ് ദൈവമാക്കിയത്. മനുഷ്യനെ ഉണ്ടാക്കിയിട്ട് പറഞ്ഞു, സന്താന സമ്പന്നരായി പെരുകി ഭൂമിയെ അടക്കി വാഴുക. സൂര്യൻ വാഴുന്നു, വർഷങ്ങളായിട്ട് ചന്ദ്രൻ വാഴുന്നു, നക്ഷത്രങ്ങൾ വാഴുന്നു. മനുഷ്യൻ മാത്രം പാപത്താൽ അവൻ്റെ വാഴ്ച നഷ്ടപ്പെടുത്തി. എന്നാൽ യേശു കർത്താവ് വന്നു. ഒരു രാജാവ് നീതിയോടെ വാഴുമെന്ന് പ്രവാചകൻ പറഞ്ഞതുപോലെ യേശു വന്നു. ക്രൂശിൽ തൻ്റെ ജീവൻ നമുക്ക് വേണ്ടി തന്നു. ആ ജീവൻ പ്രാപിച്ചവർക്ക്, ഒടുക്കത്തെ ആദാമിൻ്റെ ജീവൻ പ്രാപിച്ചവർക്ക് വീണ്ടും വാഴുവാൻ, എവിടെ? ലോകത്തിൽ, എവിടെ? ഇരുട്ടിൽ, എവിടെ? ആർക്കും പ്രകാശിക്കാൻ കഴിയാത്ത ഈ ലോകത്തിൽ വാഴുവാൻ നമുക്ക് ദൈവപുത്രൻ മുഖാന്തരം കൃപ ലഭിച്ചിരിക്കുന്നു. ഇതാണ് ദൈവവചനത്തിൻ്റെ സത്യം. യേശു നസ്രത്തിൽ വന്നപ്പോൾ, ആ ഗലീലയിൽ വന്ന് പാർത്തപ്പോൾ ഇരുട്ടിലിരിക്കുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു എന്നാണ് അവിടെ നമ്മൾ മത്തായിയുടെ സുവിശേഷത്തിൽ കാണുന്നത്. ഇരുട്ടിലെ ജനം വലിയ വെളിച്ചം കണ്ടു. നാം ഈ ലോകത്തിലേക്ക് ചെല്ലുമ്പോൾ അവർ കാണുന്നത് വലിയ പ്രകാശമാണ്. നമ്മിൽ നിന്നാണ് അവർക്ക് പ്രതീക്ഷ. ഒരു വെളിച്ചം എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ പ്രാണികളെല്ലാം അതിൻ്റെ അടുത്തേക്ക് വന്ന് ചുറ്റുന്നത് പോലെ ഒരു വെളിച്ചം എവിടെയുണ്ടോ അവിടേക്കാണ് ജനങ്ങൾ ആഗ്രഹത്തോടെ ഓടി വരുന്നത്. ഇരുട്ടിൽ എന്ത് ചെയ്യണമെന്നറിയാതെ, എങ്ങോട്ട് പോകണമെന്നറിയാതെ നിൽക്കുമ്പോൾ നമ്മളൊരു വെളിച്ചമായി ഈ ലോകത്തിലോട്ട് ഇറങ്ങി ചെന്നു കഴിഞ്ഞാൽ ജനങ്ങൾ നമ്മുടെ ചുറ്റും കൂടും. ഞങ്ങൾ എങ്ങനെ ജീവിക്കണം? ഞങ്ങൾക്ക് മരിച്ചാൽ മതി എന്നുള്ള ചിന്തയാണ്. എന്നാൽ മുന്നോട്ട് പോകാൻ എന്ത് ചെയ്യണം? പറഞ്ഞതാ.
ഡോക്ടർമാർ ഞങ്ങളെ കൈവിട്ടു, സാമ്പത്തികമായി തകർന്ന ആത്മഹത്യയുടെ വക്കീലാണ്. എന്ത് ചെയ്യണം? അവിടെ വെളിച്ചം കൊടുക്കുന്നത് യേശുവിൻ്റെ വചനത്താലാണ്. നമുക്കത് ചെയ്യാൻ കഴിയും. ജീസസ് എവരിഡേ ശ്രദ്ധിക്കുന്ന ഓരോ വ്യക്തികളും നിങ്ങളായിരിക്കുന്ന ദേശത്ത് ശോഭിക്കാൻ തന്നെ കർത്താവാക്കിയിരിക്കുന്നവരാണ്. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേലുണ്ട്. യേശുവിൻ്റെ വചനം നിങ്ങളിലുണ്ട്. കർത്താവിൻ്റെ വലിയ കൃപ ലഭിച്ചവരാണ് നിങ്ങൾ ഓരോരുത്തരും. ഞാനും നിങ്ങളും ഈ കാലഘട്ടത്തിൽ കർത്താവിന് പകരം നിൽക്കാൻ, ക്രിസ്തുവിന് പകരം സ്ഥാനാധിപതികളാണ്. ഈ സത്യത്തിൽ ഈ ലോകത്തിൽ നമുക്ക് എഴുന്നേറ്റ്, യെശയ്യാവ് 60:1 പോലെ എഴുന്നേറ്റ് പ്രകാശിക്കണം. ഈ അന്ധകാരം ഭൂമിമേലും കൂരിരുട്ട് ജാതിമേലും മൂടുമ്പോൾ നമ്മുടെ മേൽ ദൈവം ഉദിച്ചിരിക്കുകയാണ്. നമ്മൾ തൊടുന്നവർ സൗഖ്യമാകണം. നമ്മുടെ അടുക്കൽ വരുന്നവരുടെ മരണം മാറിപ്പോകണം. നമ്മുടെ അടുക്കൽ വരുന്നവരുടെ നിരാശ മാറിപ്പോകണം. സകല ബുദ്ധിയും കവിയുന്ന ദൈവസമാധാനം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാൻ നമുക്ക് കഴിയും. കർത്താവിൻ്റെ കൃപയിൽ നമുക്ക് ജ്വലിച്ച് ആയിരങ്ങൾക്ക് വിടുതലാകാൻ നമ്മെ സമർപ്പിക്കാം, പ്രാർത്ഥിക്കാം. യേശുവേ, ഈ വചനങ്ങൾ ഈ മക്കൾക്ക് ഇന്ന് മുതൽ വിടുതലാകട്ടെ. പിതാവേ, അങ്ങ് പുത്രനെ ലോകത്തിലേക്ക് അയച്ചതുപോലെ തന്നെ ഞങ്ങളെ യേശുവേ അങ്ങ് ഈ ഭൂമിയിലേക്ക് അയച്ചിരിക്കുന്നു, ഈ ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നു, ശാപത്തിൻ്റെ ഇടയിലേക്ക് അയച്ചിരിക്കുന്നു, രോഗികളുടെ നടുവിലേക്ക് അയച്ചിരിക്കുന്നു, തകർന്നവരുടെ ഇടയിലേക്ക് അയച്ചിരിക്കുന്നു. ഞങ്ങളോ ഞങ്ങളുടെ ചില ചെറിയ കാര്യങ്ങൾ പറഞ്ഞ് ജീവിതകാലം മുഴുവൻ അതിൽ തന്നെ ഒതുങ്ങുന്ന ഒരവസ്ഥയിൽ ഇനിയിരിക്കാതെ ഞങ്ങൾ പ്രകാശമാണെന്നും ഞങ്ങൾക്ക് ഇരുട്ടിൽ പ്രകാശിക്കാൻ കഴിയുമെന്നുള്ള ബോധ്യത്തിൽ ആയിരങ്ങൾക്ക് വെളിച്ചം കൊടുക്കുവാൻ ഞങ്ങളെ സമർപ്പിക്കുന്നു. പിതാവേ, അങ്ങ് പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ച് ജനങ്ങൾക്ക് വലിയ വിടുതലായതുപോലെ യേശുവേ, ഞങ്ങളിതാ ഈ ലോകത്തിലേക്ക് ഇറങ്ങിച്ചെല്ലട്ടെ. മനുഷ്യൻ്റെ പ്രശ്നങ്ങളിലേക്കൊന്ന് ഇറങ്ങിച്ചെല്ലട്ടെ. മനുഷ്യൻ്റെ ഇല്ലായ്മകളിലേക്കും തകർച്ചകളിലേക്കൊന്ന് ഇറങ്ങിച്ചെല്ലട്ടെ. കർത്താവേ, ഇന്നത് കേൾക്കുന്ന ഓരോ വ്യക്തികളും യേശുവിൻ്റെ നാമത്തിൽ പ്രകാശിക്കട്ടെ. അവരുടെ ഹൃദയം പ്രകാശിക്കട്ടെ, മനസ്സ് സ്വസ്ഥമാകട്ടെ. 10,000-ങ്ങൾക്ക് കൊടുക്കാനുള്ള സമാധാനം ഈ മക്കളിലുണ്ടല്ലോ. രക്ഷയുടെ സന്തോഷമുണ്ടല്ലോ. പ്രത്യാശയുടെ നിറവാണല്ലോ ഇവർ. ജോസഫിൻ്റെ പാണ്ഡികശാല പോലെ സ്വർഗത്തിലെ എല്ലാ നിറവുകളും ഈ മക്കളിൽ ഉള്ളതിനായി നന്ദി. ഇത് ജനങ്ങളിലേക്ക് പകരുവാനുള്ള കൃപയും ശക്തിയും ഇന്നു മുതൽ ഉണ്ടാകട്ടെ. സൗഖ്യവും വിടുതലും ഈ മക്കളിൽ ഉണ്ടാകട്ടെ. ഇവരുടെ വഴികളും ഉറവകളും എല്ലാം തുറന്നു വരട്ടെ. യേശുവിൻ നാമത്തിൽ ആമേൻ. പ്രിയമുള്ളവരെ, നമുക്ക് വിശ്വസിക്കാം, കർത്താവിൻ്റെ അമിത ബലത്തിൽ നമുക്ക് ആശ്രയിക്കാം. ഈ കാലഘട്ടത്തിൽ മനുഷ്യർക്ക് വെളിച്ചം കൊടുക്കുവാൻ പുത്രൻ നമ്മെ ആക്കിയിരിക്കുന്നു. നാം പ്രകാശിക്കുമ്പോൾ സ്വർഗം മുഴുവനും സന്തോഷിക്കുന്നു. നമ്മൾ മുഖാന്തരം ഒരു പാപി മാനസാന്തരപ്പെടുമ്പോൾ സ്വർഗത്തിലെ ഏറ്റവും വലിയ സന്തോഷമുണ്ടാകുന്നു. അത് ചെയ്യാൻ ഉള്ള പ്രാപ്തി എല്ലാവർക്കും കർത്താവ് നൽകട്ടെ. ഗോഡ് ബ്ലെസ് യു.